കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുളയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ആഴ്ചകളായി പ്രദേശത്ത് കറങ്ങി നടക്കുന്ന പുലിയാണ് കൂട്ടിലകപ്പെട്ടത് എന്ന് വനം വകുപ്പ്. വിശദാംശങ്ങളുമായി മേഘ മാധവൻ കൂടി ചേരുന്നുണ്ട്. മേഘ, ആഴ്ചകളായി ആ പ്രദേശത്ത് കറങ്ങി നടക്കുന്ന പുലിയാണ് ഇപ്പോൾ ഇതാ കൂട്ടിലായിരിക്കുന്നു. ജനങ്ങൾക്ക് ആശ്വസിക്കാമല്ലേ? രണ്ടാഴ്ചയായി വലിയ ആശങ്കയിലായിരുന്നു ഇവിടുത്തെ പ്രദേശവാസികൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഗ്രേസി എന്നൊരു സ്ത്രീ ആടുമേയ്ക്കാൻ പോയപ്പോൾ പുലിയെ കണ്ട് പേടിച്ചോടി വീഴുന്നു പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുൻപേ വളർത്തു മൃഗങ്ങളെ ഈ ഒരു അജ്ഞാത ജീവി ആക്രമിച്ചു എന്ന തരത്തിൽ വലിയ തരത്തിൽ പ്രചാരണം നടന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥലം MLA ലിൻഡോ ജോസഫ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ പ്രദേശത്തെത്തി വനം വകുപ്പിന്റെ പരിശോധനയിൽ അത് പുലിയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കൂട് സ്ഥാപിച്ചത്. ഏതായാലും 2 ആഴ്ചയോളം നീണ്ട ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത് എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് പുലിയെ കൂട്ടിലായ നിലയിൽ കാണാൻ കഴിഞ്ഞത്. ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിനു പിന്നാലെ അടിയന്തരമായ ഇടപെടൽ ആണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കടുവയാണ് കൂട്ടിൽ അകപ്പെട്ടത് എന്ന തരത്തിൽ വലിയ പ്രചാരണം നടന്നു. എന്നാൽ അത് വനംവകുപ്പ് പരിശോധിച്ചപ്പോൾ തന്നെ പുലിയാണ് എന്ന് വ്യക്തമായിരുന്നു. നാട്ടുകാരെ കൂടി അത് ബോധ്യപ്പെടുത്താൻ ഇതോടെ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും പുലിയെ അവിടെ നിന്ന് മാറ്റുക എന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പറയുന്നത്. 3 വയസ്സ് പ്രായമുള്ള പുലിയാണ് കൂട്ടിൽ അകപ്പെട്ടത് എന്നതാണ് വനം വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുലി കൂട്ടിൽ അകപ്പെട്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറെ നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒരു അജ്ഞാത ജീവി പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആടുമേയ്ക്കാൻ പോയ സ്ത്രീക്ക് ഈ പുലിയെ കണ്ട് പേടിച്ചോടി വീണതിനെ തുടർന്ന് പരിക്ക് പറ്റുന്നത്. അതിന് പിന്നാലെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി ജനങ്ങളോട് കൃത്യമായി ഉറപ്പ് കൊടുത്തിരുന്നു. ജനങ്ങളുടെ ആശങ്കയ്ക്ക് അവസാനമാകും എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. ഏതായാലും 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പുലി കൂട്ടിലായിരിക്കുന്നത്. മേഘ, ഈ ഒരു ദൗത്യത്തിന് ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു അല്ലേ? കാരണം 2 ആഴ്ചയോളം ആശങ്ക പടർത്തിയ പുലിയാണ് കൂട്ടിലായിരിക്കുന്നത്. ഇനി എങ്ങോട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്? വർഷ, അതായത് കൃത്യമായി തന്നെ വനം വകുപ്പ് കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ആദ്യം ഒരു അജ്ഞാത ജീവിയാണ്, കടുവയാണ് എന്ന തരത്തിലൊക്കെ തന്നെയും പ്രചാരണം നടന്നു. എന്നാൽ കാൽപ്പാട് ഉൾപ്പെടെ പരിശോധിച്ചതിന് പിന്നാലെയാണ് പുലിയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. പുലിയെ പിടികൂടാനായി കൃത്യമായി തന്നെ കൂട് നേരത്തെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ കൂട്ടിൽ പുലിക്ക് അനുയോജ്യമായ മൃഗങ്ങളെ ഇട്ടുകൊടുത്തില്ല എന്ന തരത്തിൽ ഒരു പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും വനം വകുപ്പിന് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു ഇതിനെ പിടികൂടാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണ് കൂട് സ്ഥാപിക്കുന്നത്. ഒരു കേഴമാനെയും ഒരു നായിയെയും ഈ പുലി ആക്രമിച്ച് കൊന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ ജനപ്രതിനിധികൾ ഒക്കെ തന്നെയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനംവകുപ്പ് കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് കൂട് സ്ഥാപിച്ചത്. അവിടെയാണ് ഈ പുലി കുടുങ്ങുന്നത്. നിലവിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റും എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരുപക്ഷെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ എന്താവുമെന്ന് വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും വലിയ കാടുള്ള പ്രദേശമാണ്. ഇവിടെ ആദിവാസികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരിടമാണ്. ഇവിടെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഇന്നലെ രാത്രി ആയിരിക്കാം പുലി കുടുങ്ങിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കൂട്ടിലായ നിലയിൽ കാണാൻ സാധിച്ചത്. മേഘ, ആരെങ്കിലും ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നോ നേരത്തെ? വലിയൊരു ആശങ്ക കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്തുകാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ത്രീ ആടുമേയ്ക്കാൻ പോയപ്പോഴാണ് പുലിയെ കണ്ട് ഭയന്നോടി വീഴുന്നത്. അതിൽ സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആളുകളെ ആക്രമിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വളർത്തുമൃഗങ്ങളെ, ഒരു നായയെ കൂട്ടിൽ കയറി ആക്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഒരു കേഴമാനെയും ആക്രമിച്ചിരുന്നു. ഇതിനു പിന്നാലെ വലിയ ആശങ്കയിലായിരുന്നു ഇവിടുത്തുകാർ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇവർ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലം MLA ലിൻഡോ ജോസഫ് സ്ഥലത്തെത്തി. മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെയും സ്ഥലത്തെത്തി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു വലിയ ആശങ്ക, അജ്ഞാത ജീവി ആക്രമിച്ചു എന്ന തരത്തിലാണ് പ്രചാരണം നടന്നത്. എന്താണ് ആക്രമിച്ചത് എന്നുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അത് കടുവയാണ് എന്ന തരത്തിലൊക്കെ തന്നെ പ്രചാരണം നടന്നു. അതിന് പിന്നാലെയാണ് കാൽപ്പാടുകൾ ഉൾപ്പെടെ പരിശോധിച്ച് പുലിയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. അതിന് അനുയോജ്യമായ കൂട് തന്നെ ഈ പുലിയെ പിടികൂടാനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനം. ഏതായാലും വളരെ പെട്ടെന്ന്, ഏറെ താമസമൊന്നും ഇല്ലാതെ തന്നെ ഈ ആളുകളുടെ ആശങ്കയ്ക്ക്
അവസാനം കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പുലി കൂട്ടിലായത്. 3 വയസ്സ് പ്രായം ഉള്ള പുലിയാണ് എന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പുലിയെ മറ്റു ഇടത്തേക്ക് മാറ്റും. വൈദ്യപരിശോധന എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്നതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മേഘ, ഇനി ഒരു വൈദ്യപരിശോധനയുണ്ട്, അതിനുശേഷമേ ഈ ആരോഗ്യ നിലയൊക്കെ വ്യക്തമാവുകയുള്ളൂ അല്ലേ? അത് അത്തരത്തിൽ തന്നെയാണ്. അതായത് ാണ് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക്, കാട്ടിലേക്ക് തന്നെ വിടണമെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ആരോഗ്യസ്ഥിതി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി പല പ്രദേശങ്ങൾ, അതായത് ഈ കൂടരഞ്ഞിയിൽ തന്നെ പലയിടങ്ങളിൽ ഈ പുലി വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായി തന്നെ പരിശോധന നടത്തിയിട്ട് ശേഷം മാത്രമായിരിക്കും പുലിയെ എന്താണ് എവിടേക്ക് മാറ്റണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. നിലവിൽ കൂടരഞ്ഞിയിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ പുലി കൂട്ടിനകത്താകുന്നത്. ഏതായാലും വലിയ ഏറെ നാളത്തെ ഒരു വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ആശങ്കയ്ക്കാണ് പരിഹാരമായിരിക്കുന്നത്. കൃത്യമായ നിലയിലേക്ക് കാര്യങ്ങൾ നീക്കി എന്നുള്ളതാണ് വനം വകുപ്പ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇനി വൈദ്യപരിശോധനയാണ്. അതിനുശേഷം തുടർ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മേഘയാണ് വിവരങ്ങൾ നൽകിയത്.